എല്ലാവർക്കും കിച്ചൺ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മജ്ബൂസ്. എങ്കിൽ നമുക്ക് പോയാലോ. പോകുന്നുണ്ട്. അതിന് ആദ്യം ഒരു 5 സവാള ഇങ്ങനെ അരിഞ്ഞത്, പിന്നെ 5 തക്കാളി, പിന്നെ ക്യാപ്സിക്കോ ഒരു വലുത്, പിന്നെ ഒരു 15 പച്ചമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ അതിന് വേണ്ട പട്ട, ഗ്രാമ്പു, നാരങ്ങ, ഉണക്ക നാരങ്ങയത്, പിന്നെ അത് മഞ്ഞൾ, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ വേണ്ട ഇഞ്ചി, വെളുത്തുള്ളിയും ഇങ്ങനെ ചതച്ചത്, പിന്നെ മജ്ബൂസ് പൗഡർ, പിന്നെ ഗീ, ഉപ്പ്, എണ്ണ. ഇത്രയാണ് വേണ്ടത് ചിക്കൻ മജ്ബൂസ്. കുറച്ച് ഗീ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ ആഡ് ചെയ്ത് കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിൽ, നല്ലോണം ചൂടായി ഇൻഗ്രീഡിയൻസ് കറുവപ്പട്ട, അടുത്തത് ഗ്രാമ്പു, പിന്നത് ഏലക്കായ്. അത് 3 ആദ്യം ആഡ് ചെയ്യുക. കുറച്ച് നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ അരിഞ്ഞ സവാള ഇടുന്നതായിരിക്കും. സവാള ഇട്ട് നമ്മൾ വെച്ച് സവാള ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വരട്ടി യോജിപ്പിക്കണം. ഇത് നല്ലോണം ബ്രൗൺ നിറമായാൽ നെക്സ്റ്റ് ആണ് ഇടാൻ പോകുന്ന ഉള്ളി. ബ്രൗൺ നിറത്തിലെ നെക്സ്റ്റ് ആണ് ക്യാപ്സിക്കോ ഇടും. ക്യാപ്സിക്കോ പിന്നെ പച്ചമുളക്, ഇത് രണ്ടും നല്ലോണം വാടണം. അടുപ്പിന് അടുത്ത് കുറച്ച് സമയം വാടും. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് വാടിയാൽ അടുത്ത നെക്സ്റ്റ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ മുറിച്ച് വെച്ച 5 തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ കാണിച്ച അത് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ, ഉണക്ക നാരങ്ങ അത് ആഡാക്കുന്നത്. പിന്നെ അത് കുറച്ച് സമയം
ഹാർഡാക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് തക്കാളി കുറച്ച് നല്ലപോലെ വാടിയാൽ നെക്സ്റ്റ് ചിക്കൻ നമ്മൾ ആഡ് ആക്കുന്നതായിരിക്കും. അടുത്ത് നമ്മൾ കഴുകി വെച്ച ചിക്കനും ആഡാക്കാൻ പോകുന്നത്. ആഡാക്കുക ചിക്കനിങ്ങ കഴുകി വെച്ച ചിക്കൻ ആഡാക്കി അതിൽ കുറച്ച് ഉപ്പ് ആഡാക്കണം. അത് നിങ്ങൾ ഉപ്പ് അതനുസരിച്ചിട്ട് ആഡാക്കണം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ആഡാക്കണം. പിന്നെ അതിനകത്ത് കുരുമുളക് പൊടി ഇത് രണ്ടും ആഡാക്കി ഒരു 5 മിനിറ്റ് അവിടെ തീയിൽ വെക്കണം. ഇത് നമ്മൾ ആദ്യത്തെ ചിക്കനാണ്. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൊന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വെച്ച ചിക്കനാണ്. ഇത് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ ആ തീയിൽ തന്നെ വേവിക്കാൻ വെക്കും. മസാലകൾ നല്ലോണം അടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇത് ചിക്കൻ ഒന്ന് വേകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ഐറ്റംസ് ചേർക്കാനുണ്ട്. നെക്സ്റ്റ് നമ്മളിത് കുറച്ച് ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ കറിവേപ്പില പൊടിയായിട്ട് ചിക്കൻ മസാല 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മജ്ബൂസ് പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ഇടാം. ഇത് നമ്മുടെ മെയിനാണ് മജ്ബൂസ് പൗഡർ. മിക്സ് മിക്സാക്കാം. ഉപ്പ് കഴിയുന്നത് പാകത്തിന് നോക്കണം. മിക്സാക്കിയിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു. ആഹാ, നമ്മൾ തുറന്ന് 2 മിനിറ്റ് ആയി. ഇനി നമ്മൾ അടുത്തത് അരി കഴുകി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതിനുള്ള വെള്ളം തയ്യാറാക്കുകയാണ്. ഈ പാട്ട അരിയുടെ വെള്ളത്തിലും 3 പാട്ട അരിക്ക് 4.25 വെള്ളം അത് ആഡാക്കുന്നത് മജ്ബൂസ്. അവസാനം നമ്മൾ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്.
ഇത് അരി ഇടാൻ പോകുന്നതിൻ്റെ മുമ്പിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. വെള്ളമെല്ലാം കറക്റ്റൊന്ന് നോക്കണം. ഇത് 3 പാട്ട എടുത്തിന് 4 കാലം വെള്ളം ഒഴിച്ച് ഇനി കുറച്ച് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി ചേർക്കുന്നതാണ്. ഇതാണ് നമ്മളെ മജ്ബൂസ് റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അടുത്ത നെക്സ്റ്റ് അരി ചേർക്കുന്നതാണ്. ബസ്മതി അരിയാണ്. ആഡ് ചെയ്യുന്നു. കുറച്ച് ഇളക്കി കൊടുക്കുന്നത് മിക്സാക്കി നല്ലപോലെ ഇളക്കി എടുക്കും. പതിനഞ്ച് മിനിറ്റ് വലിയ തീയിൽ വെക്കേണ്ടതാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റ് ഒന്നും കൂടെ വെച്ച് കഴിഞ്ഞാൽ മജ്ബൂസ് റെഡി ആയിരിക്കും. ഒന്ന് അങ്ങനെ റെഡിയായി. ഇനി കഴിക്കേണ്ട ഇതാണ് നമ്മളെ ചിക്കൻ മജ്ബൂസ്. സാദൂറും ചിക്കൻ മജ്ബൂസ്.